സിംഹവും കടുവയും. പണ്ട് ഒരു കൊടും കാട്ടിൽ ഒരു സിംഹവും കടുവയും താമസിച്ചിരുന്നു. അവർ വളരെ അടുത്ത കൂട്ടുകാരായിരുന്നു. അവർ കുഞ്ഞുനാൾ തൊട്ടേ ഒരുമിച്ച് ഉണ്ണുകയും ഉറങ്ങുകയും കളിക്കുകയും ചുറ്റിയടിച്ച് നടക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഇവർ രണ്ടുപേരും തമ്മിൽ ഒരു തർക്കമുണ്ടായി. ഒരാൾ പറഞ്ഞു, കറുത്ത വാവ് വെളുത്ത വാവാകുമ്പോഴാണ് തണുപ്പ് കാലം തുടങ്ങുന്നത്. മറ്റൊരാൾ പറഞ്ഞു, വെളുത്ത വാവ് കറുത്ത വാവാകുമ്പോഴാണ് തണുപ്പ് കാലം തുടങ്ങുന്നതെന്ന്. തികച്ചും അർത്ഥശൂന്യമായ ഈ തർക്കം ഒരു വഴക്കായി മാറി. രണ്ടുപേരും താനാണ് ശരിയെന്ന് സ്ഥാപിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഈ വഴക്കു കേട്ട് അതുവഴി വന്ന ഒരു സർപ്പം അവരോട് പറഞ്ഞു, കാടിൻ്റെ അടുത്ത് ഒരു സന്യാസി താമസിക്കുന്നുണ്ട്. വളരെ അറിവുള്ളയാളാണ് അദ്ദേഹം. തീർച്ചയായും നിങ്ങളുടെ തർക്കം പരിഹരിച്ചു തരും. ഇത് കേട്ട് രണ്ട് സുഹൃത്തുക്കളും തങ്ങളിൽ ആരാണ് ശരിയെന്നറിയുവാൻ ആ ജ്ഞാനിയായ സന്യാസിയുടെ അടുത്തേക്ക് യാത്ര പുറപ്പെട്ടു. സന്യാസി രണ്ടുപേരുടെയും വാദങ്ങൾ ശ്രദ്ധിച്ചു കേട്ടു. അദ്ദേഹം അവരോട് പറഞ്ഞു, തണുത്ത കാറ്റ് വീശുമ്പോഴാണ് തണുപ്പുകാലം തുടങ്ങുന്നത്. ഇത് വെളുത്തവാവിനും കറുത്തവാവിനും സംഭവിക്കാം. അതിനാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞത് ശരിയാണ്. നിങ്ങൾ അടുത്ത കൂട്ടുകാരല്ലേ? അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും അന്യോന്യം ഇതുപോലുള്ള നിസ്സാര കാര്യങ്ങൾക്ക് തർക്കിക്കരുത്. നിങ്ങൾ എപ്പോഴും ഒരുമയോടെ ജീവിക്കണം. നിങ്ങളുടെ ഒരുമ എപ്പോഴും നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും തരും. അത് കേട്ട് അവർ ആ സന്യാസിയോട് പറഞ്ഞു, അല്ലയോ ദിവ്യനായ സന്യാസി വരിക, താങ്കൾ പറഞ്ഞത് എത്ര ശരിയാണ്. ഞങ്ങൾ തീരെ അറിവില്ലാത്തവരായിപ്പോയി. ഞങ്ങളെ സഹായിച്ചതിനും നേർവഴി കാണിച്ചു തന്നതിനും ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഞങ്ങൾ ഇനി ഒരിക്കലും അന്യോന്യം തർക്കിക്കില്ല. സിംഹം കടുവയോട് പറഞ്ഞു, ഞാൻ ഇനി ഒരിക്കലും നിന്നോട് തർക്കിക്കുകയില്ല. എന്നോട് ക്ഷമിക്കണേ പ്രിയ സുഹൃത്തെ. അത് കേട്ട് കടുവ സിംഹത്തോട് പറഞ്ഞു, എന്നോടും നീ പൊറുക്കണേ കൂട്ടുകാരാ. അന്ന് തൊട്ട് പിന്നീട് ഒരിക്കലും അവർ തമ്മിൽ തർക്കിക്കുകയും പിണങ്ങുകയും ചെയ്യാതെ സന്തോഷത്തോടെ ജീവിച്ചു.